സഹോദരരെ, വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ലാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇതിനൊരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. സന്താനത്തെയും ദേശത്തെയും കുറിച്ച് അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ തുടക്കമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ദീർഘകാലത്തെ കാത്തിരിപ്പിനു ശേഷം സാറായിൽ നിന്ന് അബ്രാഹത്തിന് ജനിച്ച പുത്രൻ ഇസ്ഹാക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലവും വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവുമാണ്. വാഗ്ദാനം പൂർത്തിയായി, പ്രതീക്ഷകൾ ഫലമണിഞ്ഞു, എല്ലാം ഭംഗിയായി കലാശിച്ചു എന്ന് കരുതുമ്പോൾ അപ്രതീക്ഷിതമായ പുതിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ആരായിരിക്കണം അബ്രാഹത്തിൻ്റെ അവകാശി? ആദ്യജാതനായ ഇസ്മായേലോ വാഗ്ദത്ത പുത്രനായ ഇസ്ഹാക്കോ? ഈജിപ്തുകാരിയായ അടിമപ്പെണ്ണാണ് ഹാഹാർ. അവൾ സാറായുടെ അടിമയായിട്ടല്ല, അബ്രാഹത്തിൻ്റെ ഉപനാരിയായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവളിലും അബ്രാഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. ഈ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഉപേക്ഷിക്കാൻ സാറ അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നു. ഇത് സാറായുടെ അസൂയയായി തോന്നാം. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനതകളും പാപങ്ങളും പോലും തൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണമായി ദൈവം ഉപയോഗിക്കുന്നു. തൻ്റെ ഭാര്യ ആഗ്രഹിച്ചതുകൊണ്ടല്ല, ദൈവം തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കാൻ അബ്രാഹം തയ്യാറാകുന്നത്. ഇവിടെ അബ്രാഹത്തിൻ്റെ അഗ്നി പരീക്ഷണവും മനക്ലേശവുമൊക്കെ നാം കാണുന്നു. ഹാഹാറിൽ നിന്ന് ജനിച്ച തൻ്റെ മകനെയും ഒരു ജനതയാക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അബ്രാഹത്തിന് ആശ്വാസം നൽകുന്നതാണ്. അപര്യാപ്തമായ ആഹാരവുമായി അമ്മയെയും മകനെയും മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന പിതാവിൻ്റെ ഹൃദയഭേദമായ ചിത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിനേക്കാൾ ദയനീയമാണ് മകനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ മരുഭൂമിയിൽ അരിയുന്ന അമ്മയുടെ ചിത്രം. കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നപ്പോൾ തളർന്ന മകനെ അവൾ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഹാർ, നീ വിഷമിക്കുകയും ഭയപ്പെടുകയും വേണ്ട. ദൈവം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. നിലവിളി കേൾക്കുന്ന ദൈവം കരുണയുള്ളവനാണ്. അവിടുന്ന് നിലവിളിയുടെ കാരണം കണ്ടുപിടിച്ച് പരിഹരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 24 വരെയും 3-ാം അധ്യായം 9 വാക്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ നിലവിളിയും ദൈവം കേട്ടു. അതിനുള്ള ഉത്തരം ഒരു ദൂതൻ വഴി എന്നെ അറിയിക്കുകയും അതിന് ഫലമായി ORS സഭയിൽ ചേർന്ന് 37 വർഷങ്ങൾക്ക് ശേഷം ഒരു കത്തോലിക്ക പുരോഹിതനാകാനും എനിക്ക് സാധിച്ചു. നിലവിളി കേൾക്കുന്ന ദൈവം ആരെയും ഉപേക്ഷിക്കുകയില്ല. ഇവിടെ ദൈവം ഹാഹാറിൻ്റെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന. മരുഭൂമിയിൽ ഉറവയില്ല. അവിടെ ഉണ്ടായിരുന്നതും എന്നാൽ തനിക്ക് കാണാൻ കഴിയാതെ പോയതുമായ കിണർ, അത് കാണാൻ ഒരു മാലാഖ വഴി ഹാഹാറിനെ സഹായിക്കുകയാണ് ദൈവം ചെയ്തത്. ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ മുൻ ആസ്വാദനമാണിത്. ദൈവം കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. പിതാവ് ബഹിഷ്കരിക്കുകയും നിസ്സഹായ മാതാവ് പരിത്യജിക്കുകയും ചെയ്ത കുഞ്ഞിനെ ദൈവം കൈവിടിയുന്നില്ല. ദൈവം ആരെയും കൈവിടിയുന്നില്ല. എന്നാൽ എല്ലാവരെയും കുറിച്ച് ഒരേ പദ്ധതിയല്ല ദൈവത്തിനുള്ളത്. ഇസ്ഹാക്കിനെയും ഇസ്മായിലിനെയും സംബന്ധിച്ച് വ്യത്യസ്ത പദ്ധതികൾ ഉണ്ടായിരുന്നതുപോലെ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് പ്രത്യേക പ്ലാനും പദ്ധതിയുമുണ്ട്. അനുഭവിക്കേണ്ടി വരുന്ന തിരസ്കരണവും ക്ലേശങ്ങളും ഭീതിയും മരണവേദനയും എല്ലാം ആ പദ്ധതിയുടെ ഭാഗമായിരിക്കും. നമ്മെ സഹായിക്കാനായി ദൈവം തന്നിരിക്കുന്ന മാലാഖ എപ്പോഴും നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ വഴികാട്ടുന്നു. നാം അവനോട് വിശ്വസ്തരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.